എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നവരാവുന്നതുകൊണ്ട് അവൻ കഥ തുറക്ക്. അവൻ ആണ് പിന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നതും. അപ്പോഴത്തേക്കിനും ഞാനൊരു വല്ലാത്തൊരു സ്റ്റേറ്റിലായി. അവന്റെ ബാക്ക് സ്റ്റോറി ആൻഡ് വാട്ട് ഹി ഹാസ് ബിഹൈൻഡ് ദ കർട്ടൻ നോബഡി വാണ്ട്സ് ടു നോ, നോബഡി കെയർസ് ആക്ച്വലി. നമ്മൾ ചെറുപ്പനാൾ തൊട്ടേ കരയിലൊന്ന് പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന ഒന്ന് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം കാണത്തുള്ളായിരിക്കും, പക്ഷെ കരയാന് you told your way of how you overcame it. പക്ഷെ ഇതുപോലും ചെയ്യാത്ത ഒത്തിരി men ഉണ്ട്. The key to growth is the introduction of higher dimensions of consciousness into our awareness. Welcome to Talk with Jin. Today I have with me Mr. Emmanuel, who is a physiotherapist by profession. Welcome to the show. Thank you, Jin. How are you feeling? So far so good. All good. Feeling great. Thanks for coming. Thank you for having me to this talk show. Okay, Emmanuel, എനിക്ക് കാണുമ്പോൾ I see a lot of your videos and I understand that ഭയങ്കര crazy for driving, crazy for vehicles. Oh yes. എല്ലാവർക്കും ഉള്ളിലൊരു വണ്ടിപ്രാന്തനുണ്ടല്ലോ, അതുപോലൊരു വണ്ടിപ്രാന്തൻ തന്നെയാണ് ഞാനും. What does driving or what do you feel about it? Driving. Okay, that's a very good question. So എല്ലാവർക്കും ഒരു എസ്കേപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു റിയാലിറ്റി ചെക്ക് വരുന്ന ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം എന്നെപ്പോലെ ഒരാൾ ഡ്രൈവിങ്ങിലാണ് ആ ക്രേസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം വേ ടു റിലാക്സ്, എ വേ ടു ഫോക്കസ്, എ വേ ടു ട്രാവൽ, എ വേ ടു എൻജോയ് ലൈഫ്, അതാണ് എനിക്ക് ഡ്രൈവിങ്. മോർ ഓവർ ഒരു വാഹനം എന്നതിനെ കാണാതെ ഒരു ഇൻഡിവിജ്വൽ എന്നൊരു രീതിയിൽ ആ വാഹനത്തെ കാണാൻ എനിക്ക് താല്പര്യം, വണ്ടിയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്. അപ്പം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വിഷമം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും എനിക്ക് ആ ഒരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ So it's like a coping mechanism. It's like a relief mechanism. Relief mechanism. That's a good word. ശരിക്കും നമ്മൾ ഈ മെൻസ് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ സംവെയർ ഈവൻ വൈൽ ഐ ആം വർക്കിംഗ് ഇൻ ദാറ്റ് പ്രൊഫഷൻ, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ സംവെയർ men mental health is not getting that kind of attention. അല്ലെങ്കിൽ എവിടോ അതിനൊരു comparing to a women. What do you think about it? Like, do you think it is going unattended or അതിന് വേണ്ടുന്ന അത്രയും ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല? Well, mental health about men is not something which is talked about every day. Yeah. അതായത് പറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് ആണുങ്ങൾക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് എപ്പോഴും സ്റ്റേബിൾ ആണെന്നുള്ളൊരു സ്റ്റിഗ്മ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഇറ്റ് ഡസൻ നീഡ് ടു ബി അഡ്രസ്ഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ബേസിക്കലി ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് വളർത്തിയേക്കുന്നത്. കമ്മിങ് ഫ്രോം കേരള, ഇപ്പം ഞാൻ വളർന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പം എന്നെപ്പോലെ തന്നെ പല ആണുങ്ങളും വളർന്നു വരുന്നത് വെച്ചാൽ നീ ഒരാണാണ്, നിനക്ക് പ്രശ്നങ്ങൾ വരില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വളർന്നു വരുന്നത്. നീ ഓക്കെ ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ബോയ്സ് ഷുഡ് സംഹൗ മേക്ക് ഇറ്റ് അപ്പ് എന്ന് വെച്ചാൽ യു ഷുഡ് മൂവ് ഫോർവേഡ്. അങ്ങനെ ഒരു പ്രഷറൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ പലപ്പോഴും ആണുങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ സപ്രസ്ഡ് ആയി പോകും. ആസ് യു ഗ്രോ ഓൾഡർ ആ സപ്രഷൻ്റെ മേളിൽ അടുത്ത ബാഗേജ് വന്ന് സ്റ്റോക്ക് ചെയ്യുന്നല്ലാതെ ഇറ്റ്സ് നെവർ ഓപ്പൺ, ഇറ്റ്സ് നെവർ ടോക്ക്ഡ് അബൌട്ട്. സോ ഐ തിങ്ക് mental health is something that should be addressed and we all should be concerned about. And it's not talked every day. Yeah. Like ഇപ്പൊ പറഞ്ഞു നമ്മൾ എസ്പെഷ്യലി ഫ്രം അവർ കൾച്ചർ വേ വി ആർ കമ്മിങ്, ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ യു ഹിയർ പീപ്പിൾ അല്ലെങ്കിൽ യുവർ ഫാമിലി സേയിങ് യു ഷുഡ് നോട്ട് ക്രൈ, അല്ലെങ്കിൽ യു ഷുഡ് ബി വെരി ബോൾഡ് ഇനഫ്, അല്ലെങ്കിൽ എന്താണ് യു ആർ എ മാൻ, യു ഷുഡ് നോട്ട് ഗിവ് അപ്പ് എന്നുള്ള കുറേ നോഷൻ ഓർ ഡയലോഗ്സ് ലിറ്ററലി ഫ്രം ദ ടൈം യു ആർ ഗ്രോയിങ് അപ്പ് യു ഹിയർ ദിസ്. Yeah. How do you cope up with that? Like, how does that affect you? സി ഞാനൊരു കമ്പാരിസണായിട്ട് പറയല്ല. ഒരു ആൺകുട്ടി ജനിക്കുന്നു, ഒരു പെൺകുട്ടി ജനിക്കുന്നു. പെൺകുട്ടിക്ക് ഇപ്പോഴത്തെ നമ്മുടെ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഐ തിങ്ക് ഗേൾസ് ഷുഡ് ബി സേഫർ ആൻഡ് ഗേൾസ് ആർ സേഫ്. അപ്പം ഒരു സൈഡ് ഓക്കെ ആകുമ്പം ആണുങ്ങളാണ് എല്ലാ ക്രൈമും ചെയ്യുന്നതെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ആണുങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആണുങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നാരും
ചിന്തിക്കുന്നില്ല. ഞാൻ ആരെയും ന്യായീകരിക്കുന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ആണുങ്ങൾ, ആസ് ഐ സെഡ്, നമുക്കൊരു പ്രഷറുണ്ട്. നീ കരയാൻ പാടില്ല. ആണ് കരഞ്ഞാൽ നീ തോറ്റുപോയി. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മളെല്ലാവരും, മോസ്റ്റ് ഓഫ് ദ ഫാമിലി റേസ് ദെയർ മെൻ റിയലി ഹാർഡ് കോറായിട്ടേ വളർത്തുള്ളൂ. അല്ലെങ്കിൽ അത്രയ്ക്ക് ഫ്രീഡം കൊടുത്താലും നീ കരഞ്ഞാൽ നീ അപ്പം കൂട്ടുകാരുടെ തന്നെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ നമ്മളൊരാൾ കരഞ്ഞാൽ, അയ്യേ നീ കരഞ്ഞ്, നീ ഒരു വീക്ക്, യു ആർ വീക്ക് എന്നുള്ളൊരു ഇതാവും. അപ്പൊ അങ്ങനെ അപ്പൊ എന്ത് ചെയ്യും, അടുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവൻ കരയാതിരിക്കാൻ ശ്രമിക്കും. സോ ഹീസ് ബറിയിങ് ഹിസ് ഇമോഷൻസ് ഇൻസൈഡ്. അത് പിയർ പ്രഷർ കാരണം ചെയ്യുന്ന, അല്ലാതെ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഇപ്പൊ ഒരു ചാൻസ് കിട്ടുകയാണ് ഒരു പിയർ ഗ്രൂപ്പിൽ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു കരയാനൊരു സിറ്റുവേഷൻ ഫ്രണ്ട്സായിട്ട് തന്നെ ഒഴുക്കി കൊടുത്ത് അത് സോൾവ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ബീയിങ്സ് ആണ്. ഭയങ്കര എല്ലാ ആണും ഒരു ചൈൽഡാണ് ഉള്ളിൽ. Men എന്ന് പറഞ്ഞാൽ a man is a boy who didn't grow up. Very fragile, സെൻസിറ്റീവ്, വളരെ ഇതാ. ഇപ്പൊ ഒരു ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ, ഇപ്പം നല്ലൊരു പാട്ട് കേട്ടാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. but you don't show that up, like പുറത്തിറക്കാൻ crying. പറ്റില്ല. സോ ദാറ്റ് മേക്സ് മീ വീക്ക് എന്നുള്ളൊരു ഒരു സ്റ്റിഗ്മ ഉണ്ട്. സോ എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കും, നമ്മൾ ചിലപ്പോൾ ഇമോഷണൽ ആകും. ചിലപ്പോൾ ചില സിനിമകൾ, ഈവൻ ചില സീൻസ് ഒട്ടും ആർക്കും അത്ര ഇമോഷണൽ ആവേണ്ടിയ അല്ലാത്ത സീൻസ് പോലും നമുക്ക് എഫക്റ്റ് ആവും, കരയാറുണ്ടാവും. പല ആണുങ്ങളും അത് ചെയ്യാറില്ല. പല ആണുങ്ങളും അയ്യോ ഞാനിനി കരഞ്ഞാൽ എൻ്റെ പ്രഷർ, എൻ്റെ ഒരു ബിൽഡപ്പ് പോകും. എൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇമോഷൻസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്, ഒന്നും പറയേണ്ട കാര്യമില്ല. സോ ഗേൾസ് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഗേൾസും ഹാർഡ് കോർ ഗേൾസ് ഉണ്ടല്ലോ, ലൈക്ക് അവർ റേസ് ചെയ്യുന്ന രീതിയിലും. പക്ഷേ ഒരു പെൺകുട്ടിയുടെ പ്രശ്നങ്ങളാണ് കൂടുതലും ചർച്ചയ്ക്ക് വരുന്നത്, പുറത്തു വരുന്നതും അതിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ആൺകുട്ടി അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അവൻ വേറെന്തോ പ്രശ്നമുണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് വരും. അവൻ ഡ്രഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ ആൽക്കഹോളിക്കാണ്. ഇത് രണ്ട് ഭാഗവും ചെയ്യുന്നുണ്ട്. പക്ഷെ തെറ്റുകൾ കൂടുതലും ആണുങ്ങളെ പറ്റി ആയിരിക്കും പറയുന്നതെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്ക്. സോ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഈ ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെറുപ്പം മുതൽ വളർന്നു വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നാല്, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി വന്നാല്, ഹൗ ഡു യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്? അതെങ്ങനെ അത് മാനേജ് ചെയ്യും? അതൊരു എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സോ എനിക്ക് ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ICSE സിലബസ് ആയിരുന്നു. സോ അതിൻ്റെതായ പ്രഷർ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. സോ എൻ്റെ പേരൻസ് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും അവനവൻ്റെ പിള്ളേർ വരുമ്പോഴത്തേക്കിന് കുത്തിയിരുത്തി പഠിപ്പിക്കാനുള്ളതല്ലേ വീട്ടുകാർ നോക്കത്തുള്ളൂ. ആ ഒരു പ്രഷർ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എക്സാം ടൈംസിലൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക സ്ട്രെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രെസ് ഫീൽ ചെയ്ത് എനിക്ക് അന്ന് മുതൽ പാനിക് അറ്റാക്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പാനിക് അറ്റാക്ക് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതുമാത്രമല്ല എൻ്റെ പേരൻസ് അത് തിരിച്ചറിയാനുള്ള, അവരത് സ്വീകാര്യമാകത്തില്ല. എൻ്റെ ചെറുക്കിന് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഇപ്പൊ നോട്ട് ഓൺലി ഇൻ കേസ് ഓഫ് യു, ബട്ട് ഒരു കൾച്ചറലി നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ സൊസൈറ്റി, എസ്പെഷ്യലി ആൻ ഇന്ത്യൻ സൊസൈറ്റി ഡസന്റ് നോ How to handle ടു ഹാൻഡിൽ ഇറ്റ്. ഇല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് എന്നുള്ള ഒരു അവയർനെസ് അവർക്കില്ല. ഇല്ല. ഈവൻ ഇപ്പൊ ഒരു പാനിക് അറ്റാക്ക് ആണെന്ന് എനിക്ക് തിരിച്ചറിയാനുള്ള അറിവ് എനിക്കില്ലായിരുന്നു. സംതിങ് ഈസ് ഹാപ്പനിങ്, ഹാർട്ട് റേസ് ചെയ്യുന്നുണ്ട്, ഞാൻ വല്ലാണ്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്, വോൾസ് ആർ ക്ലോസിങ് ഇൻ, ഒരു ടണൽ വിഷൻ, അപ്പം ഹൈപ്പർ വെന്റിലേഷൻ എല്ലാം വരുമ്പോഴത്തേക്കും അയ്യോ ഇതെന്ത് നമ്മളിപ്പോൾ ചാവോ. പക്ഷെ അത് വീട്ടുകാരോട് ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് പോയി പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇതുപോലെ വന്നിട്ടുണ്ട്, നിനക്ക് പരീക്ഷയുടെ ഇതാ, അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ശരിയായിക്കോളും. ഓക്കെ, അവിടെ എൻ്റെ അമ്മ നല്ല രീതിയിലാണ് എന്നെ വളർത്തിയത്, ഞാൻ അമ്മ കുറ്റം പറയല്ല. ബട്ട് സ്റ്റിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു. നമ്മൾ ചെറുപ്പം തൊട്ടേ നമുക്ക് വരുന്ന ഓരോ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലൈഫ് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ഒരു കാര്യം വന്നാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മെന്റൽ ഹെൽത്തിന്റെ ഒരു സബ്ജക്ട് തന്നെ ഇല്ല. നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്.
കൊച്ചില് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊച്ചു പിള്ളേർ തൊട്ടേ അവരുടെ വളർച്ചയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മെന്റൽ സപ്പോർട്ട് ആൻഡ് മെന്റൽ അസസ്മെന്റ്സ് ചെയ്തു വരണം. ഇപ്പം ലുക്കിംഗ് അറ്റ് അതർ കൺട്രീസ്, അവര് ഇപ്പം ഒരു കിൻഡർ ഗാർഡൻ തൊട്ട് ഒരു കുട്ടീനെ അവർ അനലൈസ് ചെയ്യും. അവൻ ഏത് പാറ്റേണിലോട്ടാണ് പോകുന്നത്, അവൻ ഏതൊക്കെ ട്രേറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ അവൻ ഭാവിയിൽ അവനൊരു സീരിയൽ കില്ലർ ആവോ ഒരു സൈക്കോപാത്ത് ആവുമെന്ന് തന്നെ കൊച്ചിലെ തന്നെ അവർ ഡിറ്റർമിൻ ചെയ്യും. ഓരോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു സംഭവം ഇല്ല. സോ അങ്ങനെ ഒരു പക്ഷേ എനിക്ക് ആ വന്ന പാനിക് അറ്റാക്ക് അന്നേ അഡ്രസ്സ് ചെയ്ത് ട്രീറ്റ്മെന്റ് ലൈക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യായിരുന്നു. കുറച്ചുകൂടെ കോൺഫിഡന്റ്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒക്കെ ഡിപ്പെൻഡന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. സോ കമ്മിങ് ടു യു, എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്? സോ ഇപ്പൊ ഇങ്ങനെ നമ്മൾ സപ്രസ്ഡ് ആയിട്ട് വളർന്നു വരുമ്പോ ശരിക്കും ആസ് എ മാൻ ഹൗ ഡു യു ഹാൻഡിൽ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്? ഓക്കെ, സോ ആ സമയത്ത് പ്രത്യേകിച്ച് ഹാൻഡ്ലിംഗ് ഒന്നും ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ. ഓക്കെ, അത് ഓൾറെഡി ഒരു ഇഷ്യൂ ഞാൻ അവിടെ റേസ് ചെയ്തു, എനിക്കിങ്ങനെ ഉണ്ട്, അത് സപ്രസ് ചെയ്തു. It's buried inside me and I somehow worked around it. പരീക്ഷ എഴുതി പാസ്സായി, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. 12th കഴിഞ്ഞ് കോളേജിൽ പോകുന്നു. കോളേജ് ചെല്ലുമ്പോൾ വീണ്ടും പ്രഷർ വരുന്നു, വീണ്ടും പാനിക് അറ്റാക്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം അന്നേരം എനിക്ക് ആരോടും സംസാരിക്കാൻ ലൈക്ക് അന്നേരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് വരുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ സപ്രസ് ചെയ്യും. അപ്പം ഇങ്ങനെ ബറി ചെയ്ത് നമ്മൾ എല്ലാ ഇമോഷൻസും ഉള്ളിൽ സപ്രസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് എത്തും. അപ്പം ഞാനൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഞാൻ പഠിച്ചിറങ്ങി, അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചിറങ്ങി. നാട്ടിലെ സിസ്റ്റർ അറിയാലോ, പഠിച്ചിറങ്ങി നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തു. ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. അപ്പം സപ്രസ്ഡ് ആയിട്ടുള്ള കുറേ ഇമോഷൻസ് എൻ്റെ ഉള്ളിലൊന്ന് വിചാരിച്ചോ. കോവിഡ് വന്നപ്പോഴത്തേക്കിന് എന്താ, വി ആർ സീയിങ് പീപ്പിൾ ഡൈ എവറി ഡേ, എവറി സിംഗിൾ ഡേ ഐ യൂസ് ടു സീ മെനി പീപ്പിൾ ഡൈ. ഇന്ന് ഓക്കെ ആയ പുള്ളി നാളെ നമ്മുടെ കൺമുന്നിൽ വെച്ച് മരിക്കുകയാണ്. അപ്പോൾ ദാറ്റ് വാസ് മൈ ബ്രേക്കിംഗ് പോയിന്റ്. അതുവരെ സപ്രസ് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസും ആ സമയത്ത് പുറത്തു വന്നു. അപ്പം അതൊരു ലിറ്ററലി ഒരു നെർവസ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു ആ സമയത്ത്. കോവിഡ് ആ ഒരു പീരീഡിലും നമ്മൾ പിടിച്ചു നിന്നു, പക്ഷെ കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം കൂടെ സർഫസിലോട്ട് വരുന്നത്. അപ്പം ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്കൊരു പ്രോപ്പർ നെർവസ് ബ്രേക്ക് ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആസ് യു സെഡ്, എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ക്രേസ്, ലൈക്ക് ഐ എൻജോയ് ഡ്രൈവിംഗ്. എൻ്റെ ഈ നെർവസ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴായിരുന്നു. I was traveling from one place to another. I was listening to my favorite music. I was driving. യൂഷ്വലി എല്ലാം നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്നപ്പോഴാണ് പാനിക് അറ്റാക്സ്. ഓക്കെ, അതും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഒരാൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പാനിക് അറ്റാക്ക് വരുമ്പോൾ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. കാരണം നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ ഒരു പാനിക് അറ്റാക്ക് വരാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് റോങ്. ആൻഡ് അന്ന് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ സൈഡിലോട്ട് വണ്ടി പുള്ള് ചെയ്തിട്ടു. ഞാൻ ആ സ്റ്റീറിങ്ങും പിടിച്ചിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന്. അപ്പം എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യ, കണ്ണീരിട്ട് കയറുന്നു, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. സോ ഐ വുഡ് ഹാവ് ബീൻ സ്റ്റക്ക് ദർ ഫോർ എ വൈൽ. ഞാൻ അവിടെ തന്നെ ഇരുന്നു കുറേ നേരം. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് ആ വഴി പാസ് ചെയ്തപ്പോൾ കാറ് കണ്ട് നിർത്തി, നോക്ക് ചെയ്ത് വിളിച്ചു, ആർ യു ഓക്കെ, എടാ എന്നാ നീ നിർത്തിയേക്കുന്നതെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നില്ലാവുന്ന കഥ തുറക്ക്. അവൻ ആണ് പിന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നതും. അപ്പോഴത്തേക്കിന് ഞാനൊരു വല്ലാത്തൊരു സ്റ്റേറ്റിലായി. Then my mom realized that she should have done something earlier on in my life. Because ആ സ്റ്റേറ്റിൽ എന്നെ കണ്ടിട്ടില്ല. ലിറ്ററലി ഐ വാസ് പാനിക്കിങ്, ഷിവറിങ്, ഒന്നും ചെയ്യാൻ ഒരു ഫങ്ഷണലി നമ്മൾ വീക്കായി. സോ ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് I needed help, and that's when my mom realized my child needs help as soon as possible. അപ്പം ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള സ്റ്റിഗ്മ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൊട്ടിക്കളയും. സോ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ് വളരെ കാഷ്വലായിട്ട് ഞാൻ അവരെ പോയി കണ്ടു. ഞാൻ കണ്ട് ഇതുപോലെയാണ് കാര്യം. അപ്പം അവർക്കും നമ്മൾ യു ബീയിങ് എ സൈക്കോളജിസ്റ്റ്, ഒരു വ്യക്തി
ഫുൾ 100% അനലൈസ് ചെയ്യാൻ പറ്റുമോ ഒറ്റ നോട്ടത്തിലോ? ഒറ്റ നോട്ടത്തിൽ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് പറയുക ഐ എം വർക്കിംഗ് ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്നെ പറ്റി മൊത്തം ഇപ്പൊ പഠിച്ചെടുക്കൂലോ? നോ, ഇല്ല. ഇല്ല. ഒറ്റയടിക്ക് നമുക്ക് ഒരാളുടെ ഒരു ഒറ്റ നോട്ടത്തില് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല അത് തന്നെയാണ് ഇപ്പം എല്ലാം മനസ്സിലാവുന്നത്. മെയിൽ കമ്മ്യൂണിറ്റി ഒരു ഞാൻ പറയുവാണെങ്കിൽ ഒരു 90% ആൾക്കാരും ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഉം. ഉം. ഒരു പബ്ലിക് ഇവന്റ് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഹി വിൽ ബി ഹാപ്പി, ഹി വിൽ ബി സ്മൈലിംഗ്, മേ ബി ഓവർലി സ്മൈലിംഗ്. അപ്പോഴും പുറത്തു നോക്കുന്നത് ഓ വാ ഹീസ് ഹാപ്പി, He's all good. he's all good, he has no problems, he's enjoying his life. Yeah. But അവന്റെ ബാക്ക് സ്റ്റോറി ആൻഡ് വാട്ട് ഹി ഹാസ് ബിഹൈൻഡ് ദ കർട്ടൻ nobody wants to know, nobody cares. ഇപ്പോൾ ദാറ്റ്സ് വാട്ട് വെൻ വി സേ അബൌട്ട് അവർ അപ്ബ്രിങ്ങിങ്. ഒരു മെൻ വിമൻ നോക്കുവാണെങ്കിൽ വിമൻ നോ ടു വെന്റ് ദെയർ ഇമോഷൻസ്, ലൈക്ക് ഏതർ ബൈ ഒരു പൊട്ടിത്തെറി ഇല്ലെങ്കിൽ ഒന്ന് കരയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ബേർഡൻ ഓൾമോസ്റ്റ് അത് പുറത്ത് കഴിഞ്ഞു. ബട്ട് മെൻ ഡോണ്ട് ഹാവ് ദാറ്റ് സ്പേസ്, men don't get that privilege. Yes. Yeah. കാരണം ഇപ്പം പൊട്ടിക്കരഞ്ഞാൽ ആണുങ്ങൾക്ക് പൊട്ടിക്കര അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, they're pressurized in not doing so. എന്ന് വെച്ചാൽ കരയരുത്. നമ്മൾ ചെറുപ്പനാൾ തൊട്ടേ കരയിലൊന്ന് പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന ഒന്ന് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം കാണത്തുള്ളായിരിക്കും. പക്ഷെ കരയാന് അവന്റെ ഉള്ളിൽ അവന് ഒരു ഫ്രീഡം ഇല്ല. അവന് താല്പര്യം ഉണ്ടെങ്കിലും അവന് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കമ്മിങ് ടു വിമൻ, അവർക്ക് കരഞ്ഞാൽ മാറാവുന്ന പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അവർക്ക് കരഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ആണുങ്ങൾക്ക് കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ അവർ കരയാറില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവർ കരയണം. ദേ ഷുഡ് വെന്റ് ഇറ്റ് ഔട്ട് സംഹൗ. അപ്പം ഇൻ മൈ എക്സ്പീരിയൻസ് എനിക്ക് കുറേ നാളത്തെ ഈ ബുദ്ധിമുട്ടുകൾ വെൻ ഐ ടോൾഡ് ദാറ്റ് ടു മൈ സൈക്കോളജിസ്റ്റ്, ഒരു ഹ്യൂജ് ബേർഡൻ എൻ്റെ മേളിൽ തന്നിട്ട് മാറി ഒരു ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ലിറ്ററലി പുള്ളിക്കാരി നല്ലൊരു സൈക്കോളജിസ്റ്റ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ്. പുള്ളിക്കാരി ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ആർ യു ഓക്കെ നൗ? അപ്പം വി ആർ ബ്രോട്ട് അപ്പ് ബൈ ലിറ്ററലി ഹിയറിങ് എവറിത്തിങ് വിൽ ബി ഫൈൻ, യു ആർ എ മാൻ. അപ്പോൾ ആ ഒരു ചോദ്യം ഒരു പ്രൊഫഷണൽ ചോദിക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ലിറ്ററലി ഞാനും ഒരു സാധാരണ ഹ്യൂമൻ ബീങ്ങിനെ പോലെ ഞാനും പൊട്ടിക്കരഞ്ഞു. അവിടെ നിന്ന് ഞാൻ ആവശ്യമുള്ള എൻ്റെ ഇത്ര നാളും ബെറി ചെയ്തിട്ടുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോയ പോലല്ല ഞാൻ ആ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നത്. കാരണം അത് ഒരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ഒരു ഹ്യൂജ് ബേർഡൻ നമ്മുടെ മേലുണ്ടായിരുന്ന ഒരു ഹ്യൂജ് ബേർഡൻ എടുത്ത് മാറിയ ഒരു ഫീലിംഗ്. നമ്മൾ വെൻ വി ആർ സെയിങ് അബൌട്ട് ഈ മെൻ ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ പറയുമ്പം ശരിക്കും ഇപ്പോഴാണ് ഈവൻ ദോ ദെയർ വെർ തിങ്സ് ഹാപ്പനിങ്, ഇപ്പോഴാണ് ശരിക്കും ത്രൂ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരു മെൻ അബ്യൂസ് അല്ലെങ്കിൽ ഒരു ബോയ് ഗെറ്റിംഗ് സെക്ഷൽ അബ്യൂസ് ഇൻ ദെയർ യങ് ഏജ് ഇതെല്ലാം പുറത്ത് വരുന്നത്. പക്ഷെ വിച്ച് വാസ് ലിറ്ററലി ഹാപ്പനിങ് ലോങ് ടൈം, കുറെ നാളായിട്ട് ഒത്തിരി നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് പുറത്ത് വരുന്നത്. അപ്പോൾ the way the society is seeing that, I have seen like ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന എന്താണ് സെക്ഷൽ അബ്യൂസ് ആണെങ്കിലും ഒരു ബോയ് ആ ഒരു ജെൻഡർ ഡിഫറൻസ് വളരെ ഇതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഐ ഹാവ് സീൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ ദേ പോർട്രേറ്റ് ഇൻ എ വെരി സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ ഒരു വെരി ഫണ്ണി വേഗ് രീതിയിൽ. സോ ശരിക്കും നമ്മുടെ ആ ഒരു സൊസൈറ്റിക്ക് എനിവേ ദർ ഇസ് നോ ജെൻഡർ ഡിഫറൻസ് വെൻ ഇറ്റ് കംസ് ടു അബ്യൂസ്, അസോൾട്ട് അല്ലെങ്കിൽ റേപ്പ് എന്നുള്ള രീതിയിൽ ഒരു ജെൻഡർ ഡിഫറൻസും ഇല്ല. പക്ഷെ ഒരു മെന്നിന് അങ്ങനെ ഇത് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ലൈറ്റായിട്ടാണ് അത് കാണുന്നത്. ലൈറ്റായിട്ടെന്നല്ല, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിക്ക് വരുന്ന പ്രശ്നങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇന്ത്യ എന്ന ഒരു കൺട്രിയിൽ പ്രിവിലേജസ് കൂടുതലുള്ളത് ഫീമെയിൽസിനാണ്. ശരിയല്ലേ? ഈവൻ ഒരു ആണിന് സംഭവിക്കുന്നതും പെണ്ണിന് സംഭവിക്കുന്നതും ഒരുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് വരുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പോർട്രേ ചെയ്യുന്നത്. അങ്ങനെയാണ്.
ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇന്നലെയും തുടങ്ങിയതല്ല, തുടങ്ങിയതല്ല. കാലാകാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴാണ് ഇറ്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ് കെയിം ടു ലൈറ്റ് No. ത്രൂ സോഷ്യൽ മീഡിയ. ഇപ്പം Yeah. മീഡിയ ആക്റ്റീവ് ആണ്, അപ്പം അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പം അന്നേരവും ഒരു ആൺകുട്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഈവൻ ന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടി ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായി, ലൈക്ക് ഇതുപോലെ പീഡനം ഉണ്ടായെന്ന് പറയും. നെക്സ്റ്റ് ന്യൂസ് പൊളിറ്റീഷ്യൻസിൻ്റെ ആയിരിക്കും. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ഒരു സംഭവം വെച്ചാൽ ഇറ്റ് വിൽ ഗോ ഓൺ. കാരണം അതൊരു ബൈറ്റാണ്. അത് വ്യൂവർ എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ ഉള്ളിലും ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, ആ പെൺകുട്ടിക്ക് ഇനി എന്തായിരിക്കും അടുത്തത് എന്നറിയാനായിരിക്കും. ഒരു ആൺകുട്ടിയുടെ പ്രോഗ്രഷൻ ആരും നോക്കാറില്ല, താല്പര്യമില്ല. ഇപ്പോ ഞാനിപ്പോ ഈ വർക്ക് ചെയ്യുന്ന ഞാൻ അഡൾട്ട് മെന്റൽ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഈവൻ വെൻ ഒരു ക്ലയന്റ് ഇപ്പോൾ ഒരു 60 ഇയർ ജെൻഡർ ഡിഫറൻസ് ഇല്ല, ഒരു മെയിൽ ആണെങ്കിലും അവരുടെ ചൈൽഡ്ഹുഡിൽ നടന്ന ആ ഒരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഇത് പറയുമ്പോൾ അവർക്ക് ഇപ്പോഴും അവരുടെ ലൈഫിനെ അത് ഒത്തിരി ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ഇൻ മെന്റൽ ഹെൽത്ത് അവയർനെസ് ഇന്ത്യ ആൻഡ് കമ്പയറിംഗ് ടു ദ വെസ്റ്റേൺ കൺട്രീസ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പേരൻസ് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നെങ്കിൽ ഒരു റിലീജിയസ് ഇതിൻ്റെ അടുത്തായിരിക്കും. എനിക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. കൗൺസിലിങ്ങിന് വേണ്ടി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു സൊസൈറ്റിയൽ വ്യൂ എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒന്ന് പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കും. ദ നെക്സ്റ്റ് തിങ് ഇസ് ദേ ഗോ ടു എ തെറാപ്പിസ്റ്റ്, അല്ലെങ്കിൽ ദേ സീക്ക് ഫോർ ഹെൽപ്പ്. ആ അത്രയും ഡിഫറൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലും ഇവിടം തമ്മിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഇല്ല. നാട്ടില് It is really needed. ഇറ്റ് ഇസ് എസെൻഷ്യൽ. Essential. Yeah. ഇറ്റ്സ് 100% നെസസിറ്റി. അവിടെ ഒരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് ക്വാളിഫൈഡ് ആയിട്ട് ആരെങ്കിലും ഒരു വ്യക്തി ഒരു സ്കൂളിൽ മസ്റ്റാണ്. കാരണം സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ക്രൈംസ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. കാരണം ചെറിയ ക്രൈംസ് ആണ് അതിൽ അത് വലിയ വലിയ. ഇപ്പം സ്കൂളിലൊരു ചെറിയൊരു ഒരു കുറ്റം ചെയ്തു, അത് പിടിക്കപ്പെട്ടില്ല. അപ്പോൾ ആ ചെയ്ത കുട്ടിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് ആവുകയാണ്. പിന്നെ ഐ ക്യാൻ ഡു ദിസ്, നോബഡി ഈസ് ഗോണ നോ. അപ്പം ഭാവിയിൽ അവൻ കോളേജിൽ പോകുമ്പോൾ അതിനെക്കാട്ടും ഇച്ചിരി എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ സൊസൈറ്റിയിലോട്ട് ലാസ്റ്റിൽ അവൻ പുറത്ത് വരുമ്പോൾ അവനെ തടയാൻ ആരും ഇല്ല. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന സ്കൂളിൽ നിന്നാണ്. അപ്പം ആ ഒരു ട്രെയ്റ്റ് കുഞ്ഞുനാളിൽ തൊട്ടേ സ്കൂളിൽ ഒരു സൈക്കോളജിസ്റ്റോ ഒരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അവരോട് സംസാരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ തന്നെ ഡീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദേ വിൽ ബി ലൈക്ക് കവർഡ് അപ്പ് ഇൻ ടു സംതിങ് ഈവൻ ബെറ്റർ. ഇവിടുത്തെ സിസ്റ്റം അങ്ങനല്ല. ഇവിടെ സ്കൂളുകളിൽ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. കുട്ടികൾക്ക് പേരൻസിനോട് സംസാരിക്കാൻ ഒരു മടിയും കൂടാതെ സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. I think even when we look at the communication, the type of communication a parent and a child has over here, it's very different. Entirely different. എന്ന് വെച്ചാൽ ഇവിടെ പേരൻസ് ആൻഡ് their offsprings അവർ സംസാരിക്കുന്നത് ലിറ്ററലി ഒരു ഫാമിലിയിൽ എങ്ങനെ സംസാരിക്കണോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ എന്നെ അവൻ പിച്ചിയും ചോണ്ടിന്നാണെങ്കിൽ അത് പറയാനായിട്ട് ആ കുട്ടിക്ക് ഒരു ധൈര്യമുണ്ട്. എന്ത് പറഞ്ഞാലും എൻ്റെ പേരൻസിനോട് പറയാം, എനിക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്. നാട്ടിലെ കുട്ടികൾക്ക് ഈ കോൺഫിഡൻസ് ഇല്ലെന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. കമ്മിങ് ഫ്രം ദ സെയിം ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ സ്കൂളിൽ ഒരു ചെറിയ അടിപിടി ഉണ്ടായാലും ഞാൻ വീട്ടിൽ പറയാറില്ല. ഇപ്പൊ ഞാൻ അടി ഉണ്ടാക്കിയാലും എനിക്ക് തടി കിട്ടിയാലും ഞാൻ വീട്ടിൽ പറയത്തില്ല. കാരണം പേടിയുണ്ട്. നമ്മളൊരു എനിക്ക് തോന്നിയേക്കുന്ന എന്നെ ഞാൻ വളർന്ന സമയത്തൊക്കെ നമ്മളെ മറ്റേ പേടിപ്പിച്ച് വളർത്തിയില്ലെങ്കിൽ അത് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. ഇതങ്ങനെ നമ്മുടെ വീട്ടിൽ പിന്നെ അങ്ങനെ പറയുവാണെങ്കിൽ വേറൊരു ആസ്പെക്ട് കൂടെ ഞാൻ പറയാം. ഇപ്പൊ ഇന്ത്യൻ കൾച്ചറിൽ വളർന്ന കുട്ടികൾക്ക് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, അവർ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരിക്കും. ഇവിടുത്തെ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വരുമ്പോൾ അവർ ഡീൽ ചെയ്യുന്നത് വ്യത്യാസമാണ്. ഇപ്പം രണ്ട് സൈഡ് നമ്മൾ പറയണമല്ലോ. മീൻസ് അവർക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പേരൻസിനോട് പറയുന്നു ഇറ്റ്സ് ഗെറ്റിംഗ് മാനേജ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർലി ട്രീറ്റഡ്. ഇന്ത്യൻ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ പറയാം. ഇപ്പം നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് മാറി, നമ്മൾ രണ്ടുപേരും നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണല്ലോ. നാട്ടിൽ നമ്മളൊരു പുതിയൊരു കൾച്ചർ, പുതിയൊരു സൊസൈറ്റി, പുതിയൊരു എൻവയൺമെന്റ്, അതിനകത്തോട്ട് നമ്മൾ
നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടാകുന്നുണ്ട്, നമ്മൾ ബ്ലെൻഡ് ഇൻ ചെയ്യുവാണ്. നമ്മളാരും ഇവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നില്ല. കാരണം നമുക്കറിയാം ഇതാണ് നമ്മുടെ പാത്ത്, ഇവിടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ കയറിപ്പോവും. നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടല്ലല്ലോ, ബട്ട് സ്റ്റിൽ അത് ഒരു ഹാർഡ് കോർ, ഒരു പോസിറ്റീവ് ഹാർഡ് കോർ തിങ് ആണത്. കമ്മിങ് ടു ഫാമിലി കമ്മ്യൂണിക്കേഷൻ, നാട്ടിൽ ഫാമിലി കമ്മ്യൂണിക്കേഷൻ വളരെ വീക്കാണ്. ആവശ്യമുണ്ട്, കംപ്ലീറ്റ്ലി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കാറുള്ളൂ. ഇപ്പം ഈവൻ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ അമ്മയുമായിട്ട് സംസാരിച്ചു. രാവിലെ എന്ത് കഴിച്ചു, എങ്ങോട്ട് പോകുന്നു, ഇവിടുത്തെ വെതർ എങ്ങനെ, നാട്ടിൽ എന്താ വിശേഷം, നാട്ടിൽ മഴയുണ്ടോ, അമ്മ ഓക്കെ ആണോ, ഞാൻ ഓക്കെ ആണോ, ഡൺ. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ്. കാരണം നമ്മൾ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മളില്ല, നമ്മൾ അമ്മയുടെ കൂടെ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് അമ്മയുടെ സേഫ്റ്റി, അമ്മയ്ക്ക് നോക്കേണ്ടത് എൻ്റെ സേഫ്റ്റി, എൻ്റെ കൺസേൺസ്. അന്നേരം നമ്മൾ ഓപ്പണായിട്ട് പറയുന്നില്ല. ഞാനിപ്പം ജോലിയിൽ പോയി, അവിടെ ഇങ്ങനെ പേഷ്യൻസിനെ കണ്ടു. പേഷ്യൻസിൻ്റെ കാര്യം വേറൊരു ആസ്പെക്റ്റ് കൂടെ പറയാം. നമ്മളെല്ലാം മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറാണ് മാഡം, ഞാനും ഒരു അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലാണ്. നമ്മൾ പേഷ്യൻസിനെ ഡീൽ ചെയ്യുമല്ലോ. പേഷ്യൻസ് തരുന്ന ബാഗേജ് വീട്ടിൽ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരു പേഷ്യൻ്റ് നമ്മളോട് അവരുടെ സ്റ്റോറി പറഞ്ഞു, പ്രൊഫഷണലി നമ്മൾ ആ ബാഗേജ്, അവർ തരുന്ന സ്റ്റോറി പ്രൊഫഷണലിൽ നിർത്തിയിട്ട് പോകണം. അതും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് നമ്മൾ ഹൗസ് വിസിറ്റ്സ് ചെയ്യും. ഇപ്പം സ്ട്രോക്ക് ആയിട്ട് വീട്ടിൽ കിടക്കുന്ന പേഷ്യൻസ്, അവർക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ വീടുകളിൽ പോയി കാണും. ആ സമയത്ത് ആ വീടിൻ്റെ സിറ്റുവേഷൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നാച്ചുറലി നമ്മളൊരു 1 hour സെഷൻ്റെ ഇടയിൽ അവർ നമ്മളോട് ഇതെല്ലാം പറയും. ഓൾറെഡി വീക്കായിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഉള്ള ഞാൻ നാച്ചുറലി ഇതെൻ്റെ മനസ്സിലോട്ട് ഇത് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിയല്ല. Fuel to the fire. Exactly. അപ്പം അതും എൻ്റെ സൈക്കോളജി പറഞ്ഞ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ കാര്യം, ഡോണ്ട് ടേക്ക് ദ ബാഗേജ് ഹോം. ജോലി സ്ഥലത്തുള്ളത് ജോലി സ്ഥലത്ത് ഇട്ടിട്ട് വരണം. ശരിയാണ്, നമ്മൾ കമ്പാഷനേറ്റ് ആണ്, നമ്മൾ ഹ്യൂമനായിട്ട് ചിന്തിക്കും, നമ്മൾ മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ നോക്കും. വി മൈറ്റ് ഗോ ഔട്ട് ഓഫ് അവർ വേ ടു ഹെൽപ്പ് പീപ്പിൾ. പക്ഷെ അത് ശരിയല്ല, ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞു തന്നത് മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറാണ്. അപ്പം ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഞാനെന്നൊരു വ്യക്തി ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു 2 വ്യക്തികളാണ് മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ്. I think that perspective towards the mental health is still changing. ഇപ്പോൾ ആൾക്കാരത് പുറത്ത് പറയുന്നില്ല, ഇപ്പോഴാണ് കുറച്ചുകൂടെ അതിനെ ആൾക്കാർ ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുവാണെങ്കിലും സ്റ്റിൽ ഇറ്റ് ഇസ് സൈലന്റ്ലി കെപ്റ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടുത്തെ സിസ്റ്റം നോക്കാം. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയല്ലേ. സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി, കുട്ടി വീട്ടിൽ വരുന്നു, പേരൻറ്റിനോട് പറയുന്നു, പേരൻ്റ് അന്നേരം തന്നെ ഒന്നെങ്കിൽ പേരൻ്റ് മാനേജ് ചെയ്യുന്നു, സംസാരിക്കുന്നു, മാനേജ് ചെയ്യുന്നു. ഇത് പേരൻറ്റിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെഫറൽ, അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറിനെ റെഫർ ചെയ്യുന്നു. അവർക്ക് നാച്ചുറലി അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ആ കുട്ടി അവരുടെ അടുത്ത് ഓപ്പൺ ആവുന്നു, അവർ ഒരു റാപ്പോ ഉണ്ടാക്കുന്നു, കുട്ടിയുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നു, തീർക്കുന്നു, മാനേജ് ചെയ്യുന്നു, കോപ്പ് ചെയ്യുന്നു, കുട്ടി പ്രോഗ്രസ് ചെയ്യുന്നു. നാട്ടിലോ എനിക്കൊരു പ്രശ്നമുണ്ട് അമ്മേ അച്ഛ, നീ ഒരാണല്ലേ, നിനക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നിനക്ക് നല്ല മടലിനടി കിട്ടാത്തതിൻ്റെ കുഴപ്പമെന്ന് പറയും. അവിടെ തീർന്നു. അതിനു പകരം ഒരു റിലീജിയസ് ആയിട്ട് കൊണ്ടുപോകായിരിക്കും, പ്രാർത്ഥനയിലൂടെ അമ്പലങ്ങളിലും മോസ്കുകളിലും പള്ളികളിലും കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ ശരിയാവുന്ന വിശ്വാസമുണ്ട്. ഞാൻ വിശ്വാസിയാണ്, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ദൈവത്തിന് കൊണ്ട് പരിധിയില്ലേ? അപ്പോഴും മനുഷ്യൻ ഇടപെടേണ്ട സ്ഥലത്ത് മനുഷ്യർ ഇടപെട്ടേ പറ്റുള്ളൂ. നാട്ടിൽ ഇപ്പം എല്ലാ ഡോക്ടേഴ്സിൻ്റെയും റൂമിൻ്റെ ഫ്രണ്ടിൽ ക്യൂ ആണ്. നാട്ടിൽ സൈക്കോളജിസ്റ്റിൻ്റെ സൈക്യാട്രിസ്റ്റിൻ്റെയും റൂമുകൾ ഏറ്റവും എം ടി ആണെന്നല്ല, ഏറ്റവും ഏതിലൊരു സൈഡിലേ വെക്കത്തുള്ളൂ. കാരണം ആൾക്കാർക്ക് പ്രൈവസി വേണം.
ഇപ്പം ഞാനൊരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നുണ്ടെന്ന് സൊസൈറ്റി അറിഞ്ഞാൽ That's a stigma. ഇറ്റ്സ് എ Still, സ്റ്റിഗ്മ. ഇപ്പം yeah. എൻ്റെ സ്റ്റാറ്റസിനെ അത് ബാധിക്കും. Mm. ഇപ്പം എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് തലേ തുണിയിട്ട് പോയി സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറ്റത്തില്ല. Mm. അവിടെ ക്യൂവും കാണത്തില്ല, അവർക്ക് ടൈമിങ്ങും ഉണ്ട്. ബാക്കി ഡോക്ടേഴ്സിനെ കാണുന്നതിനൊന്നും പ്രശ്നമില്ല. സൈക്യാട്രിസ്റ്റിനെ കാണാനും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാനും ആൾക്കാർക്ക് മടി എന്ന് പറഞ്ഞാൽ നാണക്കേട് ഓർത്തിട്ടാണ്. Yeah. എൻ- True. എന്തുകൊണ്ടാണ് നാണക്കേട് വരുന്നത്? Mm. കാരണം ഇതൊരു അസുഖമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ വളർന്നു വരുന്നത്. I think it's more labeled like you're mad. It's like you have a disease. It's moreover, it's an incurable disease എന്നൊന്നും പറയണ്ട. It's something that you shouldn't talk to others. നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിനാണ് അതിന് മാനക്കേടെന്ന് പറയും. See, ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മൾ ഈ ഐ ആസ്ക്ഡ് യു ലൈക്ക് ഹൗ യു കോപ്പ് അപ്പ് വെൻ യു ആർ ടോൾഡ് ലൈക്ക് യു ഷുഡ് നോട്ട് ക്രൈ അല്ലെങ്കിൽ യു ഷുഡ് ബി ഓൾ ഓക്കെ. I think there is a high correlation between that and substance use. I think, it's like Good a point. coping mechanism that men use to suppress Exactly. their emotion, Yeah. like overcome things. അത് ദാറ്റ്സ് എ ഫെയർ പോയിന്റ്. എന്ന് വെച്ചാൽ വേർ ദ സിസ്റ്റം ഫെയിൽസ്, ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ ഇനിയിപ്പോൾ ഒന്നും ഇല്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളില്ല എന്നറിയുമ്പോൾ നാച്ചുറലി റെക്രിയേഷണൽ ഡ്രഗ്സ് അല്ലെങ്കിൽ റെക്രിയേഷണൽ ആക്ടിവിറ്റീസിലോട്ട് പോകും. ആൽക്കഹോളാണ് ബേസിക് ആയിട്ട് തുടങ്ങുന്നത്. ഈസിലി അവൈലബിൾ, ലീഗലൈസ്ഡ് ഇൻ ഇന്ത്യ, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അവരവിടെ നിന്ന് തുടങ്ങും, അത് പോരാന്നാവുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകും. അതിൽ നിന്നൊരു ടെമ്പററി റിലീഫ് ആൻഡ് എസ്കേപ്പ് ഫ്രം റിയാലിറ്റി കിട്ടുന്നുണ്ട്. ബട്ട് അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് അഡ്രസ്സിങ് ദ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് സോൾവിങ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ഈവൻ സ്ക്രാച്ചിങ് ദ സർഫസ്. അത് കാരണം അബ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, അത് കാരണം നമ്മുടെ ബ്രെയിൻ സെൽസ് എല്ലാം ലൈക്ക് ബ്രെയിൻ വേവ്സ് എല്ലാം, ബ്രെയിൻ ഇസ് മെസ്ഡ് അപ്പ് ടോട്ടലി. അങ്ങനെ ഒരുപാട് യുവാക്കൾ ഇപ്പം നാട്ടിലുണ്ട്. അത് ചിലർ താല്പര്യം കൊണ്ട് ചെയ്യുന്നു, ചിലർ നാച്ചുറലി ഈ ഒരു ട്രാക്കിലോട്ടാവുന്നു. അപ്പം സപ്പോസ് ഇപ്പോൾ ഒരു സ്കൂളുകളിൽ ഒരു കൗൺസിലർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കുട്ടി ഡിപ്രസ്ഡ് ആണ് എന്ന് അവർക്ക് അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലായിരിക്കും. ലൈക്ക് ഒരു ക്ലാസ്സിലെ ബിഹേവിയർ, നല്ലതായിട്ട് പഠിക്കുന്ന, നല്ലതായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി, ബോയ് ഓർ ഗേൾ, അവർ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ടോപ്പായിരുന്നു, പഠിക്കാൻ കുഴപ്പമില്ല, ക്ലാസ്സിൽ അറ്റൻഡൻസ് കീപ്പ് ചെയ്യുന്ന ഒരാൾ, ഓക്കെ, നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം മാറുന്നു. ആ കുട്ടി പഠിത്തത്തിൽ മോശമാകുന്നു, ക്ലാസ്സിൽ ആക്റ്റീവ് അല്ല, സോഷ്യൽ പിയേഴ്സ് എല്ലാം മാറ്റി ഒരു ഐസൊലേറ്റഡ് സിറ്റുവേഷനിലോട്ട് പോകുന്നു. ഒരു കൗൺസിലറിന് അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സ് ആർ കൗൺസിലേഴ്സ് നമ്മുടെ നാട്ടിലെ, അവരിത് അഡ്രസ്സ് ചെയ്യാത്ത പക്ഷം ആ കുട്ടി പിന്നെയും താഴോട്ടായിട്ട് പോകത്തേ ഉള്ളൂ. അങ്ങനെ പോകുന്ന കുട്ടികൾ ഈസിലി അവർക്കൊരു എസ്കേപ്പ്, ഇപ്പം അങ്ങനത്തെ ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്ത ഒരാൾ, സപ്പോസ് ഒരു സബ്സ്റ്റൻസ് പെഡലർ സംതിങ്, അതൊരു വീക്ക് പോയിന്റ് ആണ് ആ കുട്ടിയുടെ, അത് മനസ്സിലാക്കി അതിന് അഡ്വാൻറ്റേജ് എടുക്കുന്നവരുണ്ടല്ലോ. സോ നാച്ചുറലി അതിനകത്തോട്ട് അപ്പം അവർക്ക് ഫോളോ ചെയ്യുവാണത് തീർന്നു. സോ ആ ട്രാക്കിൽ വൺസ് വീണ് കഴിഞ്ഞാൽ അത് ടേക്ക് അഡ്വാൻറ്റേജ്, അത് ഒന്നിൽ നിന്ന് മറ്റേലേക്ക് പോയി ദേ കീപ് ദ ഇൻഡിവിജ്വൽ ഇൻ ചെക്ക്. ഇത് യൂസ് ചെയ്താലേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് പറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടിക്കാലത്തെ നമ്മൾ ആ ഒരു പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത്, ഇപ്പം ഒരു കൗൺസിലർ ചോദിക്കുക കുട്ടിയോട്, നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഒത്തിരി ഫാർ ബെറ്റർ. എന്ന് വെച്ചാൽ ഒരു 10 years ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടും ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഇപ്പം വന്നേക്കുന്നത്. അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയാൽ കമ്മ്യൂണിറ്റി രക്ഷപ്പെടുത്താവുന്ന കാര്യമേ ഉള്ളൂ. ഐ തിങ്ക് the system should be more organized or systematic ആയിട്ട് കാര്യങ്ങള് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലൈക്ക് ഒരു എല്ലാ സ്കൂളുകളിലും ഒരു സോഷ്യൽ വർക്കർ ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ മസ്റ്റ് ആക്കി കഴിഞ്ഞാൽ there's a lot of change, a huge difference. And first of all ഞാൻ പറഞ്ഞു നാണക്കേട്. എനിക്കിപ്പം ജിനിക്കാണേലും ഒരു സ്ട്രെസ് ലോഡുണ്ട്, യു ആർ എ മെന്റൽ പ്രാക്ടീഷണർ, ഓക്കെ, യു ബീങ് എ നോർമൽ ഇൻഡിവിജ്വൽ, ഇവിടെ വെച്ച് വന്നു, നാട്ടിൽ നിന്ന് വന്നതിന് ഹോം സിക്നെസ്സും അങ്ങനത്തെ കുറച്ച് പ്രഷേഴ്സും നമ്മുടെ വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് വരുന്നു. ജിനി ഒരു സാധാ ഇൻഡിവിജ്വൽ അല്ല, മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ അല്ല. നാച്ചുറലി ജിനി ഇപ്പം എന്ത് ചെയ്യും? ജിനി നെക്സ്റ്റ് തിങ് GP കോൺടാക്ട് ചെയ്യും, ഇതെങ്ങനെയും ഇങ്ങനെയാണെന്ന് പറയും, GP ഓൾറെഡി റെഫർ ചെയ്യും,
അവരോട് പോയി സംസാരിക്കും. അതിനകത്ത് നാണക്കേട് വിചാരിക്കാറുണ്ടോ ഇവിടെ ഇവിടെ? ഇല്ല. ഇവിടെ നമ്മൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമ്മള് ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് നാട്ടിൽ ചെയ്യാത്ത പല ജോലികളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനകത്തൊന്നും ഒരു നാണക്കേടും ഇല്ല. നാണക്കേട് അതല്ല, ഇപ്പം നമ്മളൊരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണറുടെ അടുത്ത് പോകണം എന്ന് ഉള്ള നാണക്കേടിന്റെ കാര്യം ഇല്ല, ഒരിക്കലും ഒരിക്കലും വരത്തില്ല. വരത്തില്ല. നാട്ടിലാണെങ്കിൽ ജിനി അത് ചെയ്യുമോ? പേരൻസിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അന്ന് ഇന്നൊരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറയാൽ വീട്ടുകാരെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? It won't be positive. Never. Never. Yeah. അപ്പം നാച്ചുറലി നിനക്ക് എന്താ പ്രശ്നം? ആ. അയ്യോ എന്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങനെ അല്ലല്ലോ വളർത്തിയ. വീട്ടുകാര് പറയുന്നതെന്ന് വെച്ചാൽ നീ ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്നേ പറയത്തുള്ളൂ. അതും കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്, അയ്യോ എന്റെ കുഞ്ഞിന് എന്താ പ്രശ്നം? അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നിനക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിക്കുക. പറഞ്ഞ് നമ്മുടെ തലയിൽ തരും. അത് തന്നെ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് രണ്ടുപേരും അഡ്ജസൻറ്റ് റൂംസിലാണ്. അവരുടെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ഏരിയ ഇല്ല. ഞാൻ പറയുന്ന എക്സാമ്പിളാണ്. ബാക്കി ഡോക്ടേഴ്സിന്റെ ഫ്രണ്ടിൽ വലിയ വെയിറ്റിംഗ് ഏരിയ, AC, ലൈറ്റിംഗ്, ഭയങ്കര ഇത്. ബിക്കോസ് ആർക്കും ഇവരുടെ അടുത്ത് വരുന്ന ആർക്കും പുറത്തുള്ള ആൾക്കാർ ഇത് കാണുന്നത് ഇഷ്ടമല്ല. കാരണം നാണക്കേടല്ലേ. ഇതിനകത്ത് നാണിക്കേണ്ടതായിട്ട് എന്താ ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഇൻ റിക്കവറി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണ്. സോ ഇഫ് ഐ ഹാവ് എ പ്രോബ്ലം, I should accept that I have a problem. Unless you address yourself, it can't be treated. Yeah, true. ഇപ്പം ഞാൻ വന്ന വഴിയിലൂടെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നെങ്കിൽ ചിലപ്പം പലതരം തോട്ട്സ് വരും, സൂയിസൈഡൽ തോട്ട്സ് വരും. ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ കോംപ്ലിക്കേറ്റഡ്. എനിക്ക് താങ്ങാവുന്നതിനപ്പുറം ആയപ്പോഴത്തേക്കിന് ഞാൻ തന്നെ എൻ്റെ പേരൻറ്റിനോട് പറഞ്ഞു, പേരൻറ്റ് മനസ്സിലായി, ഞങ്ങൾ ഒരുമിച്ച് പോയി, ഇവരെ കണ്ടു. ഐ ഗോട്ട് അസസ്ഡ്, ഐ ഗോട്ട് ട്രീറ്റഡ്. It should have been done ഏർലിയർ. yeah. ഇപ്പം ഞാൻ പോയ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാൻ മടിയുണ്ടായിരുന്നു. കാരണം അയ്യോ ബാക്കി എല്ലാവരും നോക്കുന്നു എന്നുള്ളൊരു ഒരു 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 വിചാരം വരും. എനിക്കങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ മാറണം, എനിക്ക് റിക്കവർ ആവണം. ആ ഒരു പോയിന്റിലേക്ക് എത്തിയായിരുന്നു where you were like, ഇത് ശരിയല്ല. കാരണം എൻ്റെ ഡെയിലി activities ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ദ തിങ്സ് ഐ ലവ് ദ മോസ്റ്റ്. ഐ ലവ് ഡ്രൈവിംഗ്, ഐ ലവ് റൈഡിങ്, ഐ ക്യാൻ ഡു ഇറ്റ് ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്. എനിക്കത് ഒരു ടയർനെസ്സോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡ്രൈവിങ്. ആ ഡ്രൈവിങ് പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കാർ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബൈക്കിന്റെ കീ എടുക്കാൻ പറ്റുന്നില്ല. കാരണം കൈ വരക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയാ, ദാറ്റ് റാങ് ദ ബെൽ. അതായിരുന്നു റിയാലിറ്റി ചെക്ക് എൻ്റെ. അപ്പം ഞാൻ പോയി, അവർ പറയുന്ന പോലെ ഞാൻ ചെയ്തു. ഇപ്പം എല്ലാവരുടെ വിചാരം സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ആദ്യമേ ചെല്ലുമ്പോഴേ ഒരു ലോഡ് മരുന്ന് തന്ന് ഓക്കെ നമ്മളൊരു ഡ്രഗ് അഡിക്റ്റ് ആക്കി മാറ്റാന്നാണ്. അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യം സൈക്കോളജിസ്റ്റിനെയാണ് കണ്ടത്. അവരും MSW കഴിഞ്ഞ ആൾക്കാരും ഉണ്ട്. അവർക്ക് നമുക്കൊരു അസസ്മെന്റ് ഉണ്ട്, ഒരു പ്രോപ്പർ അസസ്മെന്റ് ഉണ്ട്. അസസ്മെന്റ് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ മാത്രം തരും. അപ്പം എനിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ ആങ്സൈറ്റി, എൻ്റെ സ്ട്രെസ് ലെവൽസ് ഒന്ന് കുറയ്ക്കാനായിരുന്നു. അവർ ചെയ്യുന്ന വെച്ചാൽ CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അതും പിന്നെ മസിൽ റിലാക്സേഷൻ, അങ്ങനത്തെ കുറച്ച് ടെക്നീക്സ് ആണ് ചെയ്തത്. നാച്ചുറലി എൻ്റെ സ്ട്രെസ് ലെവൽസ് ഹൈ ആയതുകൊണ്ട് സൈക്യാട്രിസ്റ്റ് ഒരു ടാബ്ലറ്റ് തന്നു, ഒരു 2 വീക്സിലേക്ക് ഫോർ എ പീരീഡ് ഓഫ് ടൈം. അത് നമ്മുടെ സ്ട്രെസ് ലെവൽസ് അണ്ടർ ചെക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതെടുത്തു, അവർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് റൈറ്റ് നൗ. ഇപ്പം അവർ പഠിപ്പിച്ചു തന്ന കുറേ എക്സസൈസസ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെന്ന് എനിക്ക് ബേസിക്കലി നമുക്ക് പാനിക് അറ്റാക്ക് എന്താണെന്ന് ഇപ്പം അറിയാം. അത് എങ്ങനെയൊക്കെ വരാമെന്ന് അറിയാം, അത് എങ്ങനെയൊക്കെ കോപ്പ് ചെയ്യണമെന്ന് ഇപ്പം അറിയാം. സോ ഐ ആം പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ മാത്രം അടുത്ത കാര്യം നോക്കിയാൽ മതി. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പേടി മീൻസ് കോൺഫിഡൻസ്. എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും മടിച്ചു നിൽക്കാതെ ആവശ്യമുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ഇറ്റ് ചെക്ക്ഡ് ആൻഡ് ട്രീറ്റഡ്. അതിന് നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. ബൈ ദി എൻഡ് ഓഫ് ദ ഡേ സർവൈവൽ ആണ് നമുക്ക് വലുത്. ഇപ്പൊ ഇത്രയും ഐ നോ ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് പീരിയഡ് ദാറ്റ് യു ഹാവ് ഗോൺ ത്രൂ, ബട്ട് ഇത് ലൈക്ക് ഈ ഒരു കാര്യം പറഞ്ഞതിൽ ഒത്തിരി താങ്ക്സ്. ലൈക്ക് യു
showed that as we say people don't talk about this അല്ലെങ്കിൽ ആരെങ്കിലും തെറാപ്പി അണ്ടർഗോ ചെയ്തു അല്ലെങ്കിൽ മെഡിസിൻ എടുത്തിട്ടുണ്ട് എന്ന് പറയാൻ വരെ നാണിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. നാണിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഏതൊരു നമ്മളൊരു കാർഡിയോളജിസ്റ്റിനെ പോയി കാണുന്നു, നമ്മൾ ഓർത്തോ MSK പോയി കാണുന്നു, നമുക്കൊരു മസിൽ പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, യു ഷുഡ് ഗെറ്റ് ഇറ്റ് ട്രീറ്റഡ്, എന്നാലേ നിനക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതും അതുപോലെ ഒരു സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ വിചാരിച്ച ഈസിയാണ്, അതിനകത്ത് നാണക്കേട് വിചാരിക്കേണ്ട. ഞാൻ ഇവൻച്വലി നോക്കിയ ഒറ്റ കാര്യമുള്ളൂ, ദിസ് ഇസ് ഹിൻഡറിങ് മൈ പെർഫോമൻസ്, ദിസ് ഇസ് ഹിൻഡറിങ് മൈ ഫങ്ഷനാലിറ്റി. അത് മാറ്റി കഴിഞ്ഞപ്പോൾ ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എല്ലാവരും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേറൊരു സബ്സ്റ്റൻസിനെയും നമ്മൾ എന്ന് വെച്ചാൽ ലൈക്ക് അതിനകത്ത് ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ ചിന്തിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. See, you told your way of how you overcame it. പക്ഷെ ഇതുപോലും ചെയ്യാത്ത ഒത്തിരി men ഉണ്ട്. ഞാൻ പറയാലോ, They don't ഒരു know what to do. 90% ഓഫ് ദ മാൻ കമ്മ്യൂണിറ്റി അത് അഡ്രസ് ചെയ്യത്തില്ല. കാരണം ഇറ്റ് മേക്സ് ദം ലുക്ക് വീക്ക്. അതാണ് അവരുടെ മനസ്സിലൊരു തോട്ട് അങ്ങനെയാണ്. ഇപ്പൊ സപ്പോസ് നമ്മുടെ കൊളീഗ്സ് വേണ്ട, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ പോയി, ആണുങ്ങൾ ഒരിക്കലും, ഞാൻ പറയുകയാണ്, ഇപ്പൊ എൻ്റെ ഗായ് ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും അളിയ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ബോയ്സ് അങ്ങനെയാണ്, ദേ ആർ ബിൽഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പോയി പറഞ്ഞാൽ, ഇൻ കേസ് അങ്ങനെ പറഞ്ഞാൽ തന്നെ അവര് ഒഴിവാക്കത്തില്ല. അവര് തന്നെ അത് പറഞ്ഞ് ഓ എടാ സാരമില്ല, നീ ശരിയാവും. അങ്ങനെ ഒരു ഗുഡ് പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെയും നമ്മുടെ ട്രീറ്റ്മെന്റ് അവിടുത്തെ ഒരു ഇനീഷ്യൽ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. ചിലർ പറയും, ഓ നിനക്ക് ചുമ്മാ തോന്നാടാ, പോയി വിട്ടാൽ മതി എന്ന് പറയും. ബട്ട് നല്ലൊരു പിയർ ഗ്രൂപ്പ്, നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അവർ പറയും, എന്നാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ വെന്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. പക്ഷെ 90% ആണുങ്ങളും ഇതിനെപ്പറ്റി സംസാരിക്കത്തില്ലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. I think men say they are less expressive. അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല എന്നാണ് ഞാൻ പല മെന്നും പറയുന്നത് കേട്ടിട്ടുള്ളത്. കാരണം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ലെന്നല്ല, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ മടിയാണ്. ഇപ്പം ഗിവൻ ദ സ്പേസ്, ഇപ്പം നമ്മളൊരു ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം മാറി മറിഞ്ഞു, ആണുങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഫുൾ ഫ്രീഡം കൊടുക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആയിരിക്കത്തില്ല ആണുങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അവർക്കൊരു സ്പേസ്, ഒരു ഫ്രീഡം കൊടുത്ത ഇറ്റ് ഇസ് നോർമൽ എന്നുള്ളൊരു രീതിയിലാണ്. ഇഫ് യു ആർ ഹാവിങ് സംതിങ് ലൈക്ക് ഇഫ് യു ആർ സ്ട്രെസ്ഡ്, ഇഫ് യു നീഡ് ടു റിലീവ് ഇറ്റ്, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ഇറ്റ്സ് നോർമൽ ടു ബി ലൈക്ക് ദാറ്റ് എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് മാറും. അതാണ് ഇവിടുത്തെ വെസ്റ്റേൺ കൺട്രീസിലും നാട്ടിലെയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അത് കൂടുതലും കണ്ടുപഠിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Okay, so thank you so much for sharing your experience. I know it was difficult. അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോഴും ഉള്ളില് you have gone to that period maybe of what you have experienced. ഓരോ ട്രിഗേഴ്സ് ഇങ്ങനെ വരും. അതെ. But thank you so much, and I wish you all the happiness and all the best in your life. Thank you. Thank you, Jenny.